ചർച്ചയ്ക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭാ അധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ പരാമർശം വൈകി ഉദിച്ച വിവേകമെന്ന് ഓർത്തഡോക്സ് സഭ. ഓർത്തഡോക്സ് സഭയെ നിയമപോരാട്ടത്തിലേക്ക് വലിച്ചിഴച്ചത് യാക്കോബായ സഭയാണെന്നും നിയമമനുസരിച്ചാൽ വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാം എന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കുന്നു. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, വിവരങ്ങൾ എന്താണ്? ഓർത്തഡോക്സ് സഭയുടെ മറുപടി, വിശദാംശങ്ങൾ ടോബി. ടി കെ, കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷൻ ഒരു നിലപാട് പറഞ്ഞത്. അതായത് ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള ഒരു നിലപാട് പറഞ്ഞത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓർത്തഡോക്സ് സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. പക്ഷേ അവർ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം അവർ ഊന്നി പറയുന്നുണ്ട്. നിലവിൽ സുപ്രീം കോടതി വിധിയടക്കം ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണ്. അത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ പുതിയ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ തങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഓർത്തഡോക്സ് സഭ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അപ്പോൾ കൃത്യമായി മറ്റൊരു കാര്യം വിശദമായിട്ട് അവർ പറയുന്നത്, ഈ സഭയുടെ ഭരണഘടനയെ അംഗീകരിക്കുകയും സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ചർച്ചയ്ക്ക് കാര്യമുള്ളൂ എന്നവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സമാധാന ചർച്ച ഈ സഭയ്ക്കുള്ളിൽ ഈ രണ്ട് സഭകൾക്കിടയിൽ ഉണ്ടാകൂ എന്ന് കൃത്യമായി പറയുന്നു. ഈ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇരുവിഭാഗവും പറയുമ്പോൾ യാക്കോബായ വിഭാഗം ഈ ഒരു വിധിയെ പൂർണ്ണമായും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഈ ഭരണഘടനയെ അംഗീകരിക്കാൻ തയ്യാറാകുകയോ ചെയ്യണം. അല്ലാത്ത പക്ഷം ഇത് നീണ്ടുപോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇരുവിഭാഗങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ടി കെ. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.